the first history ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, communication history. That is fastest growth in the period of this era, that is in 20th century. 1960s and 70s ലാണ്. That is first start ചെയ്തത് Marconi in 1897. That is first demonstrated radio's ability to provide continuous contact with ships sailing in the English Channel. അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് റേഡിയോ വേവ്സ് യൂസ് ചെയ്തത് 1897 Marconi. And then depending on the different technologies used, that is digital and RF fabrication improvement, new VLSI technology, and then miniaturization of the devices, which include the wireless communication is very popular. അത് വരുന്നതുകൊണ്ട് VLSI improve ചെയ്തപ്പോൾ തന്നെ നമുക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. And then when the development of high reliable miniature solid state radio frequency hardware in 1970s, wireless communication era was born. And with the booming CB radio is citizens band radio, that is for individual connections. അപ്പോൾ അതിന് ലൈസൻസിന്റെ ആവശ്യമില്ലായിരുന്നു ഹാം റേഡിയോ പോലെ. അപ്പോൾ 1995 US 37% ഓഫ് ആൾക്കാരും എന്ത് ചെയ്തു, മൊബൈൽ പോർട്ടബിൾ റേഡിയോ യൂസ് ചെയ്തു. ആൻഡ് ഇൻ സെല്ലുലാർ ടെലഫോൺസ് ഇൻ 1984, ദാറ്റ് ഇസ് അതിന്റെ മോർ എക്സ്പാൻഷൻ വന്നത് 1994 ആണ്. ആൻഡ് ദെൻ ഫസ്റ്റ് 1946 ഫസ്റ്റ് മൊബൈൽ പബ്ലിക് ടെലിഫോൺ സർവീസ് ഇൻ 25 എല്ലാ അമേരിക്കൻ സിറ്റീസിലാണ് കണക്ഷൻസ് വന്നത്. FCC, ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ, അതാണ് നമ്മുടെ റേഞ്ചസ് എത്ര ബാൻഡ് വിഡ്ത്ത് ആണ് ഓരോന്നിനും വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വാട്ട് ഇസ് PSTN, പബ്ലിക് സ്വിച്ചിങ് ടെലഫോൺ നെറ്റ്വർക്ക്. കോമൺലി ലാൻഡ് ലൈൻ കണക്ഷൻ, ഇപ്പം കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ട് സ്വിച്ചിങ് ആണ് ഇത് പബ്ലിക് സ്വിച്ചിങ് ടെലഫോൺ നെറ്റ്വർക്ക്. ഓക്കെ, അതിൽ നിന്നാണ് ദെൻ ഇംപ്രൂവ്ഡ് മൊബൈൽ ടെലിഫോൺ സർവീസ് IMTS വന്നേക്കുന്നത്. IMTS നേരത്തെ എന്ന് പറഞ്ഞാല് പുഷ് ടു ടോക്ക് ആയിരുന്നു. ദാറ്റ് ഇസ് ഏർലി പുഷ് ടോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ, അതായത് രണ്ട് സൈഡ്, ഒന്നുകിൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റിസപ്ഷൻ മാത്രമേ പോസിബിൾ ആയിരുന്നുള്ളൂ, ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റിസപ്ഷൻ. അപ്പം ടു വേ കമ്മ്യൂണിക്കേഷൻ വരുന്നതിനാണ് ഫുൾ ഡ്യൂപ്ലെക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഓട്ടോ ട്രാങ്കിങ് പോസിബിൾ ആക്കി IMTSന്റെ ഇംപ്രൂവ്മെന്റ് വന്നതോടുകൂടി. ദെൻ ഈ 1960s ബെൽ ലാബോറട്ടറീസ് ആണ് സെല്ലുലാർ ടെലഫോണി. അപ്പൊ സെല്ലുലാർ മീൻസ് കൂടുതൽ നമ്പർ ഓഫ് കണക്ഷൻസ് പോസിബിൾ ആക്കാം, ഏരിയ ഡിവൈഡ് ചെയ്യാണ് സെല്ലാക്കി. ഓക്കെ, അപ്പം ഇത്രയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് വെച്ചിട്ടുള്ളത്. എങ്ങനെ ഏർലിയർ സ്റ്റേജിൽ നിന്ന് മൊബൈലിലോട്ട് എത്തി എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പം ജനറലി പണ്ട് യൂസ് ചെയ്തിരുന്ന റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന റിമോട്ട് യൂസ് ചെയ്ത് ഡോർ ഓപ്പണേഴ്സ്, റിമോട്ട് കൺട്രോൾസ് ഫോർ എന്റർടൈൻമെന്റ് എക്യുപ്മെന്റ്സ്, കോർഡ്ലെസ് ടെലഫോൺസ്, വോക്കി ടോക്കീസ്, പേജേഴ്സ്, സെൽഫോൺസ് ഒക്കെ ആയിരുന്നു നേരത്തെ യൂസ് ചെയ്തിരുന്നത്. മൊബൈലിന് മീൻ ചെയ്യുന്ന എന്താണ്, മൊബൈൽ എന്ന് പറഞ്ഞാല് എന്താണ്, ഹാൻഡ്സെറ്റ് കയ്യിലുള്ള ഒരു മൂവ് ചെയ്യുന്നതിനെയാണ് മൊബൈൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ പോർട്ടബിൾ ഡിവൈസ്. ഓക്കെ, പിന്നെ ഇത്രയാണ് ഹിസ്റ്ററി പറയാനുള്ളത്. 1897 to 90 ഇപ്പോഴത്തെ സ്റ്റേജ് വരെ എത്തി, ദാറ്റ് ഇസ് 21st സെഞ്ചുറി വരെ വരുമ്പോഴുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷന്റെ ഡെവലപ്മെന്റ് ആണ് ഇത്രയും പറഞ്ഞത്. നെക്സ്റ്റ് ഇസ് ഡിഫറെന്റ് definitions in wireless communication. Wireless communication യൂസ് ചെയ്യുന്ന definitions. Base station എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് മൊബൈൽ റേഡിയോ സ്റ്റേഷൻ ആണ്. അത് കമ്മ്യൂണിക്കേഷൻ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് വിത്ത് മൊബൈലുമായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേഷനെയാണ് ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് ഏത് സെല്ലിലാണ്, ഇപ്പൊ നമ്മൾ സെല്ലുലാർ ആണല്ലോ പറയുന്നത്, സെല്ലിലാണെങ്കിൽ സെല്ലിന്റെ സെന്ററിലോ, അപ്പൊ നമ്മൾ ടവേഴ്സ് കാണുന്നില്ലേ, അതെന്ന് പറയുന്നത് എന്താണ്, ബേസ് സ്റ്റേഷൻ ആണ്. അപ്പൊ ബേസ് സ്റ്റേഷനിലുള്ളത് ട്രാൻസിസ്റ്ററും ട്രാൻസ്മിറ്ററും റിസീവറും ആണ്. ദാറ്റ് ഇസ് ട്രാൻസീവർ ഡിവൈസസ് ആയിരിക്കും ഇത് ടവേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾ ചാനൽ. ചാനൽ മീൻസ് ഒരു കോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കോൾ റിക്വസ്റ്റിന്, കോൾ ഇനിഷിയേഷന് എല്ലാം
ഏതിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്? കോളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതിൽ കൂടെ ആയിരിക്കും? കൺട്രോൾ ചാനലിൽ കൂടെ ആയിരിക്കും. Forward channel is radio channel used for transmission of information from base station to the mobile. Base station നിന്ന് മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് forward channel എന്ന് പറയുന്നത്. And then base station to mobile is forward channel, and then mobile to base station is reverse channel. അപ്പം രണ്ട് ഓർത്ത് വയ്ക്കുക. Forward channel is base station to mobile, mobile to base station is reverse channel. And then full duplex system. നേരത്തെ പറഞ്ഞു full duplex system എന്ന് പറഞ്ഞാൽ it is a two-way communication system. നേരത്തെയുള്ള സ്റ്റേജസിൽ two-way communication system പോസിബിൾ അല്ലായിരുന്നു. അതായത് എനിക്ക് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ കേട്ട് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റു ചാനൽ റിസീവറിന് യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. And then communication system which allows simultaneous two-way communication, transmission and reception is typically in two different channels. FDD means frequency division duplex. That is frequency divide ചെയ്തേക്കാണ് ആ particular signal-നെ frequency division ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യും. And then new codeless or PCS means personal communication system. TDD is time duplex system. അവിടെ എന്താണ് ഒരു സിംഗിൾ ഫ്രീക്വൻസി ഡിഫറെന്റ് ടൈം സ്ലോട്ട് ആയിട്ട് യൂസ് ചെയ്യാണ്. നോർമലി ഡിജിറ്റൈസ്ഡ് എല്ലാം വരുന്നത് TDD സിസ്റ്റത്തിലാണ്. And then what is half duplex system? Communication system which allow two-way communication by using same radio channel for both transmitter and reception. Two-way communication എന്നാണ് യൂസ് ചെയ്യുന്നത്. At any given time the rules are only either transmitter or receiver. ഒന്നുകിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ. അതോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അത് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ, മറ്റേയാൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് സിസ്റ്റം. ആൻഡ് ദെൻ ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് മൊബൈൽ സ്റ്റേഷൻ ഫ്രം വൺ ചാനൽ ഓർ വൺ ബേസ് സ്റ്റേഷൻ ടു അനദർ. അപ്പം ഒരു മൂവി ചെയ്തോണ്ടിരിക്കുന്ന മൊബൈലാണ് മൂവി ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനെയാണ് പറയുന്നത് ഹാൻഡ് ഓഫ് പ്രോസസ്. മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ പോർട്ടബിൾ ഡിവൈസ് ആണ്. ദാറ്റ് ഇസ് സ്റ്റേഷൻ സെല്ലുലാർ റേഡിയേസിംഗ് ഡിവൈസ് മോഷനിങ് അൺസ്പെസിഫൈഡ് ലൊക്കേഷൻ. മൊബൈലിന് യൂസ് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് മൊബൈൽ എന്ന് പറഞ്ഞേക്കുന്നത്. ആൻഡ് ദെൻ മൊബൈൽ സ്വിച്ചിങ് സെന്റർ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ സ്റ്റേഷൻ, നമ്മുടെ മൊബൈലും ബേസ് സ്റ്റേഷനും ബേസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? മൊബൈൽ സ്വിച്ചിങ് സെന്ററിലായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. മൊബൈൽ സ്വിച്ചിങ് സെന്ററിൽ നിന്ന് നേരെ പോകുന്നത് PSTN ആണ്, പബ്ലിക് സ്വിച്ചിങ് ടെലിഫോൺ നെറ്റ്വർക്ക്. അപ്പം MSC എന്ന് പറയുന്ന ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് മൊബൈൽ സ്വിച്ചിങ് ഓഫീസ്. അപ്പം ഒരു ഡിഫറെന്റ് സെൽസിനെയാണല്ലോ കണക്ട് ചെയ്തേക്കുന്നത്. ആ സ്വിച്ചിങ് സെന്ററിന് ഒരു MSC ആയിരിക്കും യൂസ് ചെയ്തേക്കുന്നത്. ഓരോ സെല്ലിലും ഓരോ ബേസ് സ്റ്റേഷൻസിലാണ്. അപ്പൊ അതിനെ എങ്ങോട്ട് കണക്ട് ചെയ്യും? PSTN-ലേക്കും കണക്ട് ചെയ്യുന്നത് MSC ആയിരിക്കും, മൊബൈൽ സ്വിച്ചിങ് ഓഫീസ് അല്ലെങ്കിൽ മൊബൈൽ സ്വിച്ചിങ് സെന്റർ. ആൻഡ് ദെൻ പേജ്. പേജ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് മെസ്സേജിനെയാണ് പേജ്. നേരത്തെ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് പേജേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ പേജറിൽ നമുക്ക് ഷോർട്ട് മെസ്സേജസിന് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ടെലിഫോൺ പാഡിൽ നിന്ന് മോഡത്തിൽ നിന്നൊക്കെ കൊടുക്കാൻ പറ്റും. അതിനെയാണ് പേജ് എന്ന് പറയുന്നത്. ബേസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി ഡിഫറെന്റ് ഏരിയാസിലേക്ക് ഷോർട്ട് മെസ്സേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ സൈമിൾട്ടേനിയസ്ലി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ പറയുന്നത് സിമിൾകാസ്റ്റ്. A brief message which is broadcast over the entire service area, usually in simulcast fashion by many base stations. ഇനി നെക്സ്റ്റ് റിവേഴ്സ് ചാനൽ എന്താന്ന് ഞാൻ പറഞ്ഞു. റോമർ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് റോമർ? ഒരു ഏരിയയിൽ നിന്ന് നമ്മളിപ്പം നമ്മുടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഏരിയയിൽ നിന്ന് വേറെ ഏത് ലൊക്കേഷനിലേക്ക്, ഇപ്പൊ ഇവിടെ സ്റ്റേറ്റ് മാറുമ്പോൾ കേരളയിൽ നിന്ന് തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക പോകുമ്പോൾ എന്താ റോമിംഗ് ആവും. ആൻഡ് ദെൻ സിംപ്ലെക്സ് സിസ്റ്റം. സിംപ്ലെക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിച്ച് പ്രൊവൈഡ് ഓൺലി വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഒരു വേ മാത്രമേ പോസിബിൾ ആവും. ഒന്നുകിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക, അതിനെയാണ് സിമ്പിൾ, അല്ലെങ്കിൽ റിസീവ് ചെയ്യുക. ഇപ്പൊ ആ ഒരു സിസ്റ്റം, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വൺ വേ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് സിംപ്ലെക്സ് സിസ്റ്റം. ഇനി സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മളെ യൂസർ ഹു പേസ് സബ്സ്ക്രിപ്ഷൻ ചാർജസ് ഫോർ ദി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതിനെയാണ് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത്. ഇനി ട്രാൻസീവർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. രണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും യൂസ് ചെയ്യുന്നതിനെയാണ് ട്രാൻസീവേഴ്സ് എന്ന് പറയുന്നത്.
ഇനി ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് TDD and FDD? State the difference between TDD and FDD in cellular communication. Question ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു? What is FDD? FDD is frequency division duplex. Frequency division duplex is a technique where the transmitter and receiver operate at different carrier frequencies. രണ്ടും different carrier frequencies യൂസ് ചെയ്യാണ്. അതിനു വേണ്ടി, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു അപ്ലിങ്ക് ഫ്രീക്വൻസി, റിസീവ് ചെയ്യാൻ ഒരു ഡൗൺലിങ്ക് ഫ്രീക്വൻസി. അപ്പൊ അങ്ങനെ രണ്ട് ടൈപ്പ് ഫ്രീക്വൻസീസ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനാണ് FDD ഡ്യൂപ്ലെക്സ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ to facilitate FDD, it is necessary to separate transmitter received frequencies by about 5% of nominal RF frequency. അതായത് ഡിഫറൻസ് വേണം, ഫ്രീക്വൻസി ചേഞ്ച് വേണം, അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഉണ്ടാകും. So that duplexer can provide sufficient isolation between inexpensively. അപ്പം ഈ FDD സിസ്റ്റം എന്ന് പറയുന്നതിന് കോസ്റ്റ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. ഇനി ടൈം ഡിവിഷൻ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, use a single frequency band, it uplink and downlink separated with the time slots. അപ്പൊ ഇത് ഡിജിറ്റൈസ്ഡ് ആണ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത്. വെരി സെൻസിറ്റീവ് ടു ടൈം സ്ലോട്ടിനായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ ആൻഡ് സ്മോൾ ഏരിയ വയർലെസ് ആപ്ലിക്കേഷൻസിന് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? TDD യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. FDD and TDD, frequency division duplex and time division duplex. Frequency ആകുമ്പോൾ ഡിഫറെന്റ് ഫ്രീക്വൻസി ചേഞ്ച് ആണ്. ടൈം ഡിവിഷൻ ആകുമ്പോൾ ടൈം സ്ലോട്ട്സിലാണ് ഡിഫറൻസ്. സിംഗിൾ ഫ്രീക്വൻസി ബാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് പേജേഴ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. അപ്പം പേജിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു. പേജിംഗ് സിസ്റ്റംസ് ആർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് സെൻഡ് ബ്രീഫ് മെസ്സേജസ് ടു എ സബ്സ്ക്രൈബർ. അപ്പം ഒരു സബ്സ്ക്രൈബറിന് പേജ് ആയിട്ടുള്ള ഷോർട്ട് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പേജർ. അപ്പം ഇതിന് നമുക്ക് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയ സമയം, ആദ്യം നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളായിരുന്നു, ഷോർട്ട് മെസ്സേജസ് മാത്രമേ പറ്റുള്ളായിരുന്നു. പിന്നെ ഹയർ പേജസ് വന്നപ്പോൾ വോയിസ് മെസ്സേജ് വരെ കൊടുക്കാൻ പറ്റും. ന്യൂമറിക്, ആൽഫ ന്യൂമറിക് ഓർ വോയിസ് മെസ്സേജസും കൊടുക്കാൻ പറ്റും. യൂസ് ചെയ്തിരുന്നത്. പിന്നെ പേജസിന് ന്യൂസ് ഹെഡ്ലൈൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. സ്റ്റോക്ക് കൊട്ടേഷൻസ്, ഫാക്സ് മെസ്സേജസ് ഇതെല്ലാം കൊടുക്കാൻ പറ്റി. ഇനി ഈ ട്രാൻസ്മിറ്ററിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സാധാരണ ടെലിഫോൺ കീപാഡിൽ നിന്നും പിന്നെ അല്ലാതെ മോഡം എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേജസ് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ഈ മെസ്സേജിനെയാണ് എന്ത് പറയുന്നത്? പേജ് എന്ന് പറയുന്നത്. The paging system transmit page through the service area using base. നമ്മുടെ ബേസ് സ്റ്റേഷൻ യൂസ് ചെയ്താണ് പോകുന്നത്. ബ്രോഡ്കാസ്റ്റ് page on a radio carrier. And then widely their complexity area, very widely in their complexity and coverage area. Then limited range, ആദ്യമൊക്കെ ലിമിറ്റഡ് റേഞ്ച് ആയിരുന്നു. 2 kilometer to 5 kilometers ആയിരുന്നു within the building. And then അത് ഇംപ്രൂവ് ചെയ്തു, കൂടുതൽ ലൊക്കേഷൻസിലോട്ട് കൊടുക്കാൻ പറ്റി, കൂടുതൽ ഏരിയ നമുക്ക് വേൾഡ് വൈഡ് പേജസ് കൊടുക്കാൻ പറ്റി. ഇനി അടുത്തത് പേജിങ്ങിന്റെ ഡയഗ്രാം. ഇതിനെല്ലാം കോമൺലി യൂസ് ചെയ്യുന്നത് PSTN ആണ്. PSTN എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്വിച്ചിങ് ടെലിഫോൺ ലൈൻ. ടെലിഫോൺ നെറ്റ്വർക്കിൽ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിഗ്നൽസ് എല്ലാം കൊടുക്കാൻ പറ്റും. ഇത് ന്യൂവലി അറേ ചെയ്ത പേജിങ് സിസ്റ്റത്തിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യാം. സെയിം മെസ്സേജ് ഡിഫറെന്റ് ഏരിയാസിൽ കൊടുക്കാം. അവിടുത്തെ ടവർ ആണ് ഈ സിറ്റി 1, സിറ്റി 2, സിറ്റി 3 കാണിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ലാൻഡ് ലൈൻ ലിങ്ക് യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലിങ്ക് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് പേജിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പം ടെലിഫോണ്, PSTN നെറ്റ്വർക്ക്, അതിനൊരു പേജിങ് കൺട്രോൾ സെന്റർ ഉണ്ട്. കൺട്രോൾ സെന്ററിൽ നിന്ന് എവിടോട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡിഫറെന്റ് ഏരിയാസിലേക്ക് നമുക്ക് പേജിങ് കൊടുക്കാൻ പറ്റും. അത് ഡിഫറെന്റ് ലിങ്ക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഒന്നീ ലാൻഡ് ലൈൻ ലിങ്ക് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലിങ്ക് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഇതിനകത്ത് എക്സ്പ്ലനേഷൻ. പിന്നെ ഇതിന്റെ
ശരിക്കും ഇതിന്റെ വർക്കിംഗിൽ പറയുന്നത് സിമ്പിൾ കാസ്റ്റിംഗ് എന്നാണ്. സിമ്പിൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സൈമിൾട്ടേനിയസ്ലി ട്രാൻസ്മിറ്റിംഗ് മെസ്സേജസ് ടു ഡിഫറെന്റ് ഏരിയാസ്, അതിനെയാണ് സിമ്പിൾ കാസ്റ്റിംഗ് പറയുന്നത്. പിന്നെ ഇതിന്റെ അറ്റുനേഷൻ എന്ന് പറയുന്നത് 20 to 30 dB ആയിരിക്കും. ആൻഡ് ദെൻ ബാൻഡ് വിഡ്ത്ത് ടു സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നത് ലോ ഡേറ്റ റേറ്റ്സ് ആണ്, ദാറ്റ് ഈസ് 6400 PPS or less ഇതായിരിക്കും വരുന്ന പേജിങ്ങിന്റെ. ഇത്രയാണ് പേജിങ്. അപ്പം പേജേഴ്സ് എന്ന് പറഞ്ഞാൽ പേജിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കണക്ഷൻ എന്താണ്, കോമൺലി അത് എന്തൊക്കെയാണ് അതിന്റെ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്, അതെല്ലാം നോക്കി വെക്കുക. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിച്ചിരിക്കുക. അപ്പം മെയിൻലി ജനറലി യൂസ് ചെയ്യുന്നത് പേജിങ് PSTN നെറ്റ്വർക്ക് വഴി പേജിങ് സെന്ററിൽ ടു ഏത് ലിങ്ക് ആണ് അവിടെ ലാൻഡ് ലൈൻ ആണെങ്കിൽ ലാൻഡ് ലൈൻ ലിങ്ക് യൂസ് ചെയ്തിട്ടോ സാറ്റലൈറ്റ് ലിങ്ക് യൂസ് ചെയ്തിട്ടോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് സൈമൾട്ടേനിയസ്ലി ഡിഫറെന്റ് ഏരിയാസിൽ റിസീവ് ചെയ്യാൻ പറ്റും പേജസ് യൂസ്. നെക്സ്റ്റ് ഇസ് കോഡ്ലെസ് ടെലിഫോൺ സിസ്റ്റം. എന്താ കോഡ്ലെസ് ടെലിഫോൺ സിസ്റ്റം? കോഡ്ലെസ് നമുക്കറിയാലോ, നമ്മുടെ ലാൻഡ് ലൈൻ നേരത്തെ യൂസ് ചെയ്തിരുന്നത് ലാൻഡ് ലൈനിന്റെ കണക്ഷന്റെ കൂടെ ഒരു കോഡ്ലെസ് ഫോണും കൂടെ യൂസ് ചെയ്യാം, ഹാൻഡ്സെറ്റും കൂടെ വരും. അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന എന്താ, പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക് ആണ്. ഈ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക് വഴിയാണ് എന്ത് വരുന്നത്, കണക്ഷൻ പോസിബിൾ ആക്കുന്നത്. അത് ഫിക്സഡ് പോർട്ടിൽ കൊടുക്കും. വയർലെസ് എന്ന് പറയുന്ന ആദ്യത്തെ കേസസിൽ റേഞ്ച് എന്ന് പറയുന്ന വെരി ലെസ് ആയിരുന്നു, 50 meters ഒക്കെ ആയിരുന്നു. വീടിനുള്ളിൽ തന്നെ മാത്രമേ നമുക്ക് കോഡ്ലെസ് ഹാൻഡ്സെറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പിന്നെ ഇപ്പൊ അത് കുറച്ചുകൂടെ മാറി അതിന്റെ റേഞ്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. PSTN എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക്. ആ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വിച്ചിങ് പോസിബിൾ ആക്കുന്നത്. ഇപ്പൊ ഒരാള് അടുത്ത ആളെ വിളിക്കുവാണെങ്കിൽ കണക്ഷൻസ് പോസിബിൾ ആക്കുന്നത് ഇങ്ങനെ പബ്ലിക് സ്വിച്ചിങ് നെറ്റ്വർക്ക് വരെ. അവിടെ സർക്യൂട്ട് സ്വിച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ ലാൻഡ് ഫോൺ കണക്ട് ചെയ്ത് വരുന്നത് പബ്ലിക് ആ നെറ്റ്വർക്ക് വഴിയാണ്. ആ നെറ്റ്വർക്ക് കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ എല്ലാ കണക്ഷൻസും, അതായത് ഇപ്പം പേജസ് ആണെങ്കിലും ഇവിടെ കോഡ്ലെസ് ഫോൺ ആണെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്നത് ആ പബ്ലിക് ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ്, ആ സ്വിച്ചിങ് നെറ്റ്വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. അതിൽ നിന്ന് ബേസ് സ്റ്റേഷനിൽ വരും, ബേസ് സ്റ്റേഷനിൽ നിന്ന് വയർലെസ്സിലേക്ക്. അപ്പൊ ഇതാണ് കോഡ്ലെസിന്റെ ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം. അപ്പൊ അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കോഡ്ലെസ് എന്ന് പറഞ്ഞാല് ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്നതിനാണ് ഫുൾ ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. പേജേഴ്സിലായിരുന്നെങ്കിൽ നേരത്തെ ഫുൾ ഡ്യൂപ്ലെക്സ് അല്ലായിരുന്നു. അറ്റ് എ ടൈം പേജേഴ്സ് റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. പിന്നെ അത് തിരിച്ചു ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ പേജ് നമുക്ക് തിരിച്ചും ഷോർട്ട് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. Okay, and then cordless telephone systems are full duplex communication systems that use radio to connect a portable handset to a dedicated base station, which is then connected to dedicated telephone line and with a specific telephone number on public switch network. അപ്പം ഓരോ കോഡ്ലെസ് എന്ന് പറയുമ്പോൾ നേരത്തെ യൂസ് ചെയ്ത് നമുക്ക് അറിയാലോ, നമ്മുടെ വീട്ടിലെ ടെലിഫോൺ നമ്പർ തന്നെയാണ് കോഡ്ലെസ് ഫോണിന് വരുന്നത്. ടെലിഫോണിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടെലിഫോൺ നമ്പർ കോഡ്ലെസ് ഫോൺ നമ്പർ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഫസ്റ്റ് ജനറേഷൻ കോഡ്ലെസ് എന്ന് പറഞ്ഞാൽ 1980s അത് 10 meters, 10 of over distance of a few tens of meters മാത്രമേ പോസിബിൾ ആവുന്നുള്ളായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്ക് ഔട്ട്ഡോർ ലൊക്കേഷൻസിലേക്ക് പോകാൻ പറ്റി. അതായത് ഏരിയ റേഞ്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. ഇനി മോഡേൺ കോഡ്ലെസ് ടെലിഫോൺസ് paging receivers subscriber page using cordless telephone use ചെയ്ത് തന്നെ നമുക്ക് പേജർ ആയിട്ട് കണക്ട് ചെയ്ത് പേജസ് സെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എന്തായി, റേഞ്ച് ഇൻക്രീസ് ചെയ്തു. ഇത്രയാണ് കോഡ്ലെസ് ടെലിഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ആദ്യം ചെറിയ റേഞ്ചസിൽ മാത്രമേ കോഡ്ലെസ് പറ്റുള്ളായിരുന്നു. പിന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റേഞ്ച് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി കോഡ്ലെസ്സിൽ. കോഡ്ലെസ്സും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, PSTN then base station to the cordless phone. അപ്പൊ ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. നെക്സ്റ്റ് ഇസ് സെല്ലുലാർ ടെലിഫോൺ. Cellular phone system provides wireless communication to PSTN
for a use within range of radio range system. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഏരിയ കൂടുതൽ കണക്ഷൻസ് കൊടുക്കണമെങ്കിൽ ഒരു ലാർജ് ഏരിയ ലിമിറ്റഡ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിലാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഹെക്സഗണൽ ഷേപ്ഡ് ജോമെട്രിക്കൽ ഏരിയ ആണ് നമ്മൾ സെല്ലിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ സെല്ലിനും ഓരോ ബേസ് സ്റ്റേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയി. അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ, അതായത് ഫ്രീക്വൻസിയെ നമുക്ക് ഡിഫറെന്റ് ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ കൂടുതൽ കണക്ഷൻസും പോസിബിൾ ആക്കാൻ പറ്റും. അപ്പം cellular systems provide high quality service that is often comparable with that of the landline telephone. അപ്പം സെല്ലുലാർ വന്നപ്പോഴത്തേക്ക് ആ ജോമെട്രിക് ഏരിയ ഡിപ്പെൻഡബിൾ ആണ്. ഓരോ ജോമെട്രിക് സെല്ലിനും എന്തുണ്ട്, ബേസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ആ ബേസ് സ്റ്റേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കണക്ഷൻസ്, മൊബൈൽ കണക്ഷൻസ് കൊടുക്കാൻ പറ്റും. ആൻഡ് ദെൻ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് മൂവ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ഹാൻഡ് ഓഫ്. അപ്പം ഹാൻഡ് ഓഫ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, കോൾ ഇന്ററപ്റ്റഡ് ആവാൻ പാടില്ല. നേരത്തെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ സമയത്ത് എന്നൊക്കെ വെച്ചാൽ പിന്നെ ഈ കോൾ ഇന്ററപ്റ്റഡ് ആവുമായിരുന്നു, കോൾ ഡിസ്കണക്ട് ആയിട്ടായിരുന്നു, പിന്നെയാണ് കോൾ പിന്നെയും കണക്റ്റഡ് ആവുന്നത്. ഇപ്പൊ ഇതാണ് ബേസിക് സെല്ലുലാർ സിസ്റ്റം, സെല്ലുലാർ ജോമെട്രി ആൻഡ് കണക്ഷൻസ്. അപ്പം ഇതെന്ന് പറയുന്ന ഹെക്സഗണൽ ഷേപ്പ് ജോമെട്രി ആണ് യൂസ് ചെയ്യുന്നത്. ആ ഹെക്സഗണൽ ഒരു സെൽ ഷേപ്പിനെയാണ് നമ്മൾ സെല്ലെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓരോ സെല്ലിനും ഡിഫറെന്റ് ബേസ് സ്റ്റേഷൻസ് ഉണ്ട്. ആ ബേസ് സ്റ്റേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അവിടെ മൊബൈൽ സ്വിച്ചിങ് സെന്റർ ഉണ്ട്. ആ മൊബൈൽ സ്വിച്ചിങ് സെന്ററിൽ എല്ലാ ബേസ് സ്റ്റേഷനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിൽ നിന്നാണ് ഡെഡിക്കേറ്റഡ് ലൈനിലോട്ട്, ദാറ്റ് ഇസ് PSTN നെറ്റ്വർക്കിലോട്ട് കണക്ഷൻ പോകും. അപ്പം ഒരു സെല്ലിന് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഒരു സെല്ലിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നതും അടുത്ത സെല്ലിലെ ഫ്രീക്വൻസി ബാൻഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോ ബേസ് സ്റ്റേഷനും ഡിഫറെന്റ് ഫ്രീക്വൻസിയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് അടുത്ത വേറൊരു ലൊക്കേഷനിൽ, ഇവിടെ അടുത്ത ഏതെങ്കിലും സെൽസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ ഫ്രീക്വൻസി ബാൻഡ്. ഓക്കെ, ഇതാണ് സെല്ലുലാർ കണക്ഷൻസിൽ പറയുന്നത്. അപ്പം ഈ സെല്ലുലാർ കൺസിസ്റ്റ് ഓഫ് എ മൊബൈൽ സ്റ്റേഷൻ, പിന്നെ ബേസ് സ്റ്റേഷൻ, മൊബൈൽ സ്വിച്ചിങ് സെന്റർ. ആ മൊബൈൽ സ്വിച്ചിങ് സെന്ററിനെയാണ് സ്വിച്ചിങ് ഓഫീസ് എന്ന് പറയുന്നത്, മൊബൈൽ ടെലിഫോൺ സ്വിച്ചിങ് ഓഫീസ് എന്ന് പറയുന്നത്. ഇപ്പൊ കണക്ടിങ് മൊബൈൽസ് ടു അവിടെ മൊബൈൽ സ്വിച്ചിങ് സെന്റർ ആണ് എവിടോട്ട് കണക്ട് ചെയ്യുന്നത്, PSTN നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം ടവേഴ്സ് റെപ്രസെന്റ് ബേസ് സ്റ്റേഷൻസ് വിച്ച് പ്രൊവൈഡ് റേഡിയോ ആക്സസ് ബിറ്റ്വീൻ മൊബൈൽ യൂസേഴ്സ് ആൻഡ് MSC. അപ്പം മൊബൈൽ സ്വിച്ചിങ് സെന്ററിനും പിന്നെ നമ്മുടെ മൊബൈൽ സ്റ്റേഷനും ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഇത് ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതില് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, ഫസ്റ്റ് ഹിസ്റ്ററി, വയർലെസ് എവിടം വരെ എത്തി. ആൻഡ് ദെൻ നെക്സ്റ്റ് പറഞ്ഞത് പേജേഴ്സ് എന്താണ്, പേജേഴ്സ് എങ്ങനെയാണ് ഇപ്പോഴത്തെ പേജേഴ്സ്. ആൻഡ് ദെൻ നെക്സ്റ്റ് കോഡ്ലെസ് ഫോൺ. ആൻഡ് ദെൻ സെല്ലിന്റെ നമുക്ക് 6th മൊഡ്യൂള് സെല്ലുലാർ ഫുൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇപ്പൊ തന്നിട്ടുള്ളൂ. ഇനി ഈ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളുമായിട്ട് ഇത് മൊബൈൽ സ്റ്റേഷൻ ആണെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഈ കമ്പാരിസൺ കൊടുത്തേക്കുന്നത്. റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്നു, TV കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അത് മൊബൈലായിട്ടാണ്, മൊബൈൽ സ്റ്റേഷൻ വരുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്, അവിടുന്ന് ഇൻഫ്രാറെഡ് ലൈറ്റ് ആണ് പോകുന്നത്. അത് എവിടോട്ട് ചെല്ലും, TV ചെല്ലുമ്പോൾ TV ചാനൽസ് നമുക്ക് മാറ്റാൻ പറ്റും. കവറേജ് റേഞ്ച് ലോ ആണ്, ഇൻഫ്രാസ്ട്രക്ചർ ലോ ആണ്, കോംപ്ലക്സിറ്റി ലോ ആണ്, ഹാർഡ്വെയർ കോസ്റ്റ് ലോ ആണ്. നെക്സ്റ്റ് നേരത്തെ ഒരു കമ്പാരിസൺ, ഒരു ഡോർ ഓപ്പണർ, അതും അതേപോലെ തന്നെ TV റിമോട്ട് കൺട്രോളർ പോലെ തന്നെ ഫംഗ്ഷൻ എന്ന് പറയുന്ന മൊബൈൽ സ്റ്റേഷൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് ട്രാൻസ്മിറ്റർ. അതിന്റെ ഫ്രീക്വൻസി ലെസ് ദാൻ 100 MHz ആണ്. ബാക്കി റേഞ്ച്, കവറേജ്, കോംപ്ലക്സിറ്റി എല്ലാം ലോ ആയിരിക്കും. ഇനി പേജിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനമാണ്. അപ്പൊ പേജറായിട്ട്, അത് റിസീവർ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 GHz ആയിരിക്കും. കവറേജ് ഹൈ ആയിരിക്കും, ഇൻഫ്രാസ്ട്രക്ചറും ഹൈ ആണ്, പക്ഷെ കോംപ്ലക്സിറ്റിയും കോസ്റ്റും ലോ ആയിരിക്കും. ആൻഡ് ദെൻ കോഡ്ലെസ് ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും വിളിക്കണമല്ലോ. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് എ ട്രാൻസീവർ.
ദാറ്റ് ഇസ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. അതിന്റെ ഫ്രീക്വൻസി ലെസ് ദാൻ 100 മെഗാഹെർട്സ് ആയിരിക്കും. കവറേജ് റേഞ്ച് ലോ ആണ്. കോർഡ്ലെസ് ഫോണിന്റെ കവറേജ് റേഞ്ച് ലോ ആണ്. റിക്കോർഡ് ഇൻഫ്രാസ്ട്രക്ചർ ലോ ആണ്. കോംപ്ലക്സിറ്റി അത്ര ഹൈ അല്ല, അതിന്റെ മിഡിൽ റേഞ്ചിലാണ് വരുന്നത്. ഹാർഡ്വെയർ ലോ ആണ്. ഇനി സെല്ലുലാർ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അങ്ങോട്ടും വിളിക്കണം, ഇങ്ങോട്ടും കിട്ടണം. സോ ഇറ്റ് ഈസ് എ ട്രാൻസീവർ. Here the frequency is less than 1 GHz. ഹാർഡ്വെയർ കോസ്റ്റ് മോഡറേറ്റ് ആണ്. റേഞ്ച് എല്ലാം ഹൈ ആണ്. റേഞ്ച്, സ്ട്രക്ചർ, കോംപ്ലക്സിറ്റി എല്ലാം ഹൈ ആണ്. ഇനി ഇത് ബേസ് സ്റ്റേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. ബേസ് സ്റ്റേഷനായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ TV റിമോട്ട് കൺട്രോളർ റിസീവർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബേസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് കിട്ടുവാണ്, അവിടെ ഇൻഫ്രാറെഡ് ആണ്. ഇനി ലോവർ ഓപ്പറേറ്ററും റിസീവർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി പേജിംഗ് സിസ്റ്റം ആണെങ്കിൽ ബേസ് സ്റ്റേഷൻ കമ്പാരിസൺ വരുമ്പോൾ ദാറ്റ് ഇസ് എ ട്രാൻസ്മിറ്റർ. അവിടെ നിന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സിഗ്നൽസ്. ഹിയർ ഇസ് ഓൾസോ ലെസ് ദാൻ 1 GHz ആണ്. കോർഡ്ലെസ് ഫോണിന് ഇറ്റ് ഈസ് എ ട്രാൻസീവർ. ട്രാൻസീവറിന് ലെസ് ദാൻ 100 MHz ആണ്. Then cellular phone is also a transceiver and it is also 1 GHz. ഇവിടെ എല്ലാം കവറേജ് റേഞ്ച് ഹൈ, റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ, കോംപ്ലക്സിറ്റി ഹൈ, ഹാർഡ്വെയർ കോസ്റ്റ് ഹൈ. ഇതിന് സെല്ലുലാർ ബേസ് സ്റ്റേഷൻ ആണ് ഇവിടെ കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത്, ദാറ്റ് ഇസ് സ്വിച്ചിങ് സെന്ററും ബേസ് സ്വിച്ചിങ് സെന്ററിനും നമ്മുടെ മൊബൈലും തമ്മിൽ ഇൻ ബിറ്റ്വീനിൽ വരുന്നതാണ് ഇത് ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്.